ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. അബൂബക്കർ ഭയങ്കര ദേഷ്യത്തോടെ സത്യാമ്മയുടെ വീട്ടിലോട്ട് വന്നിട്ട് നൂർജഹാനെ തിരക്കുക. നൂർജഹാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അയാൾ മര്യാദയില്ലാതെ സംസാരിക്കുന്നു. അത് കേട്ടിട്ട് നമ്മുടെ രാഘവേട്ടൻ തനിക്ക് വിശ്വാസമില്ലെങ്കിൽ അകത്ത് കയറി പോയി നോക്കണോ എന്ന് പറയുമ്പോൾ അബൂബക്കർ നൂർജഹാനെ എന്ന് വിളിച്ചുകൊണ്ട് ആ റൂമിനകത്തോട്ടൊക്കെ പോയി നോക്കുവാണ്. ആ സമയത്താണ് നൂർജഹാൻ്റെ ഫോൺ സത്യാമ്മയ്ക്ക് വരുന്നത്. സത്യാമ്മയുടെ നൂർജഹാൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ശാരദാമ്മയുടെ വീട്ടിലുണ്ട്, അനൂപ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്, അവിടെ നിൽക്കുന്ന സേഫ് അല്ല, ഏത് സമയത്തും മാമ അവിടെ വരും, അതുകൊണ്ടാണ് സത്യാമ്മ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അബൂബക്കർ അകത്ത് നിൽക്കുന്നതുകൊണ്ട് സത്യാമ്മയ്ക്ക് കൂടുതലൊന്നും പറയാനും പറ്റുന്നില്ല. ഉടനെ സത്യാമ്മ പറഞ്ഞു, ശരി ഞാൻ പിന്നീട് വിളിക്കാം എന്നും പറഞ്ഞ് സത്യാമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. അപ്പോൾ അബൂബക്കർ നൂറിനെ ആ റൂമിലെല്ലാം നോക്കിയിട്ട് കാണാതെ ദേഷ്യത്തോടെ പുറത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് സത്യാമ്മ ആ ഫോൺ സാരിത്തുമ്പിലോട്ട് അങ്ങ് മറച്ചു വെക്കുവാണ്. സത്യാമ്മ ചോദിക്കുന്നു, ഇപ്പോഴെന്തായി? അവളിവിടെ ഇല്ലെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ, അവൾ പിന്നെ എവിടെ പോയി? അത് ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്, നിങ്ങളോട് അതൊക്കെ പറയേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. അത് കേട്ടിട്ട് അബൂബക്കർ ദേഷ്യത്തോടെ പറയുക, എന്നാലേ ചോദിക്കേണ്ടവർ വന്ന് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുമ്പോഴേ അങ്ങ് പറഞ്ഞോളും നിങ്ങൾ, അതിനെങ്ങനെ ചെയ്യണമെന്നും എന്താണ് ചെയ്യിക്കേണ്ടതെന്നൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ അബൂബക്കർ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. സത്യാമ്മ വഴക്ക് പറഞ്ഞപ്പോൾ പിള്ള പോയെങ്കിലും പിള്ള ആ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. അബൂബക്കർ പോയതിനു ശേഷം പിള്ളയൊന്ന് സത്യാമ്മയും രാഘവേട്ടനെയും നോക്കിയിട്ട് പിള്ള അങ്ങ് പോവുകയാണ്. പെട്ടെന്ന് സത്യാമ്മ നൂർജഹാനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, നൂർജഹാനെ, അവിടെ നിൽക്കുന്നത് സേഫാണെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നിന്റെ മാമ ഇവിടെ വന്ന് വലിയ ബഹളമൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി അയാൾ ഏത് നിമിഷവും അവിടെയും വന്നേക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവരോടുകൂടി ഒന്ന് ആലോചിച്ചിട്ട് എളുപ്പം ചെയ്യാൻ നോക്ക്. നൂറെന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും അതിനു മുമ്പ് തന്നെ സത്യാമ്മ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നിട്ട് ഗേറ്റ് കടന്ന് പിള്ള പോകുന്ന സത്യാമ്മ കാണുന്നുണ്ട്. സത്യാമ്മയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. തിരിച്ച് വിളിക്കണമെന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ സത്യാമ്മ അങ്ങനെ ചെയ്യുന്നില്ല. സത്യാമ്മ പിള്ളയെ കണ്ട് തിരിച്ച് വിളിക്കാത്തത് കണ്ടിട്ട് രാഘവേട്ടന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. രാഘവേട്ടൻ ഇങ്ങനെ ദേഷ്യത്തോടെ സത്യാമ്മയെ നോക്കുവാണ്. സത്യാമ്മ അപ്പോൾ രാഘവേട്ടനെയും ദേഷ്യത്തോടെ നോക്കിയിട്ട് അങ്ങ് അകത്തോട്ട് കയറി അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് വിഷ്ണു ശാലിനിയും കൊണ്ട് വ്യാപാരമേള നടക്കുന്നിടത്തോട്ട് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. വിഷ്ണു പറയുന്നുണ്ട്, ഓ കളക്ടർക്കെന്ന് വലിയ തിരക്കായിരിക്കുമല്ലോ. ദേ വിഷ്ണുവേട്ട, എത്രയും പെട്ടെന്ന് എന്നെ അവിടെ നിന്ന് കൊണ്ട് എത്തിച്ചാലേ അവരെ അങ്ങനെ കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിക്കേണ്ടി വരില്ലല്ലോ. ദേ ഇപ്പം എത്തി എന്നും പറഞ്ഞ് വിഷ്ണു കാർ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുവാണ്. വ്യാപാരമേള നടക്കാനിരിക്കുന്നിടത്ത് കളക്ടറെ സ്വീകരിക്കാനായിട്ട് ബൊക്കയും ഒക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ക്യാമറക്കാരും പോലീസുകാരും അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്. കളക്ടർ എത്താറായെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കണ്ടില്ലല്ലോ എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ദേ ഇപ്പോൾ എത്തും, അപ്പോൾ എം എൽ എ കുറച്ച് താമസിക്കും, കളക്ടർ വന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എം എൽ എ ഇങ്ങ് എത്തുമല്ലോ. അങ്ങനെയൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ദാ കളക്ടർ എത്തി എന്നും പറഞ്ഞ് അവരെല്ലാം പെട്ടെന്ന് ബൊക്കയൊക്കെ ആയിട്ട് ശാലിനിയെ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വിഷ്ണു കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ശാലിനിക്ക് ഡോറ് തുറന്നു കൊടുക്കാനായിട്ട് പെട്ടെന്ന് വന്നിങ്ങനെ തുറക്കുമ്പോൾ ശാലിനി അകത്ത് ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഫോണും കൊണ്ടാണ് ശാലിനി പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോഴവിടെ നിന്ന് ഒരു പോലീസുകാരൻ പെട്ടെന്ന് വിഷ്ണുവിനെ തള്ളുന്നുണ്ട്. വിഷ്ണു അങ്ങ് താഴോട്ട് വീഴുന്നു. അത് കണ്ട് ശാലിനി, അയ്യോ വിഷ്ണുവേട്ടാ എന്നും പറഞ്ഞിങ്ങനെ ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ, വാ മേഡം, വരൂ മേഡം എന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ അങ്ങോട്ട് വിളിക്കുവാണ്. ശാലിനിക്കാണെങ്കിൽ വിഷ്ണുവിനെ അവിടെ വിട്ടിട്ട് പോകാനും വയ്യ. എന്താ വിഷ്ണുവേട്ട എന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമില്ല, കാലം നുരഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പോലീസുകാരും മേള നടത്തുന്ന മുഖ്യ അതിഥികളും എല്ലാം ചേർന്ന് ശാലിനിയെ സ്വീകരിച്ച് അകത്തോട്ടങ്ങ് കൊണ്ടുപോവാണ്. അവരോടൊപ്പം ശാലിനി പോകുന്നുണ്ടെങ്കിലും ശാലിനിയുടെ മനസ്സ് മുഴുവൻ വിഷ്ണുവിൻ്റെ അടുത്താണ്. ശാലിനി ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. അതിനുശേഷം വിഷ്ണു ആണെങ്കിൽ പതുക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ കാലൊക്കെ ഇങ്ങനെ തിരുമുന്നുണ്ട്. അപ്പോഴേക്കും അവിടെയുള്ള മറ്റു ഡ്രൈവർമാർ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. അവർ വന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നു, എന്തെങ്കിലും പറ്റിയോ? ഏയ് ഒന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഒരഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴാ ഡ്രൈവർമാരിൽ ഒരാൾ പറയുന്നു, നമ്മളെയൊക്കെ ആര് ശ്രദ്ധിക്കാനാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഡ്രൈവർമാരുടെ ഗതി ഇതൊക്കെ തന്നെയാണ്. നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്, പക്ഷേ നമുക്കെന്തെങ്കിലും പറ്റിയാൽ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇനിയിപ്പോൾ അവർ നമ്മളെ അന്വേഷിക്കുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചു പോകേണ്ട സമയം വരുമല്ലോ, അപ്പോഴായിരിക്കും നമ്മളെ അന്വേഷിക്കുന്നത്. എന്നാലും ഇത്രയധികം ഉന്തും തള്ളുമൊക്കെ ഉണ്ടായപ്പോഴേ ആ കളക്ടർക്കൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നു, അയ്യോ അത് മനഃപൂർവ്വമൊന്നും അല്ലല്ലോ, അവരത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കാര്യം എന്നൊക്കെ അവർ പറയുവാണ്. വിഷ്ണു നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ് മാറിയിട്ട് നസീറിൻ്റെ കൂട്ടുകാരും സുബേറിൻ്റെ ലോറി ഡ്രൈവർ യൂണിയൻ തങ്കച്ചനും ഒക്കെ നിൽക്കുന്നുണ്ട്.
അവരൊക്കെ വിഷ്ണുവിനെ നോക്കുന്നുണ്ടെങ്കിലും വിഷ്ണുവിൻ്റെ അടുത്തോട്ട് പോകുന്നില്ല. അപ്പോഴേക്കും ശാലിനിയുടെ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് ഡ്രൈവർമാർ പറയുന്നു, എടാ പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു, അത് തീരാൻ ഇനി കുറേ സമയം എടുക്കും, നമുക്കപ്പോഴേക്ക് കുപ്പിയെടുത്താലോ, അല്ലെങ്കിൽ ഇതിപ്പോൾ അവന്മാർ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിനോട് ചോദിക്കുന്നു, എന്താ കഴിക്കുവോ, വരുന്നോ ഞങ്ങളോടെ? ഇല്ല, ഞാൻ കഴിക്കില്ല, ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ആ ഡ്രൈവർമാരും പറഞ്ഞു, ഞങ്ങളും ഡ്യൂട്ടിയിലാണ്, ഇതൊക്കെ കഴിയാൻ കുറേ നേരം എടുക്കും, വാ നമുക്കൊന്ന് കൂടാന്നേ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഇല്ല വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. അത് കേട്ടിട്ട് അവരങ്ങ് പോവുകയാണ്. ശാലിനി ഈ സമയത്ത് വിലക്കയറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നസീറിൻ്റെ കൂട്ടുകാരൻ തങ്കച്ചനും അവൻ്റെ കൂട്ടുകാരെല്ലാം പറയുന്നുണ്ട്, ഇവർക്കൊക്കെ ഇങ്ങനെ വന്ന് പ്രസംഗിച്ചാൽ മതിയല്ലോ, ജനങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനാണ് പാട് എന്നൊക്കെ വിഷ്ണുവിനെ നോക്കി പറയുന്നുണ്ട്. പക്ഷെ വിഷ്ണു ഒന്നും പറയുന്നില്ല. വിഷ്ണു അപ്പുറത്തേട്ട് അങ്ങ് മാറി നിൽക്കുവാണ്. ഈ സമയം രാഘവേട്ടന് ഭക്ഷണമൊക്കെ വിളമ്പുവാണ് സത്യാമ്മ. രാഘവേട്ടൻ ചോദിക്കുന്നു, നീ കഴിക്കുന്നില്ലേ ഫാമേ? എനിക്കെപ്പോൾ വേണമെന്നൊക്കെ നോക്കി ഞാൻ കഴിച്ചോളാം, എൻ്റെ കാര്യം ആരും നോക്കണ്ട. അങ്ങനെ അല്ലല്ലോ ഫാമേ, നമ്മൾ ഒരുമിച്ചാണല്ലോ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ സത്യാമ്മ പറയാം, അങ്ങനെയൊന്നും അല്ലല്ലോ, ഇപ്പം എൻ്റെ ഇഷ്ടം നോക്കിയൊന്നും അല്ലല്ലോ ഇവിടെ ആരും നടക്കുന്നത്, അവരവർക്ക് തോന്നിയ പോലല്ലേ അങ്ങ് ജീവിക്കുന്നത്. എന്താ ഫാമേ, ഞാൻ ആ പിറന്നാളുണ്ണാൻ പോയ കാര്യമാണോ? അത് നീ ഇതുവരെ അങ്ങ് വിട്ടില്ലേ? നീ ആരോടാ ഫാമേ ഈ ദേഷ്യം കാണിക്കുന്നത്? സ്വന്തം മകനോടോ? സത്യാമ്മ അപ്പം ദേഷ്യത്തോട് പറയാം, അതെ, ഈ ഫാമയ്ക്ക് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട. ഈ ഫാമയ്ക്ക് മറ്റൊരു മുഖമില്ല, ഫാമ എന്നും ഈ ഫാമ തന്നെ ആയിരിക്കും. നീ ആരോടാ ഫാമ ഈ വാശി കാണിക്കുന്നത്? നീ പ്രസവിച്ച നിന്റെ സ്വന്തം മകനോടോ? അവൻ്റെ പിറന്നാളിന് ഭക്ഷണം കഴിക്കാൻ പോയത് എൻ്റെ ആവശ്യമായിരുന്നു. അതിന് നീ ഇത്ര ദേഷ്യപ്പെടേണ്ട കാര്യം എന്താ? നിന്നെയും വിളിച്ചതല്ലായിരുന്നോ അവര്? നീയല്ലേ വാശി പിടിച്ചിവിടെ ഇരുന്നത്? നീ എന്തൊക്കെയാ ഫാമ ആ പിള്ളയോട് പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയാൻ പാടില്ലായിരുന്നു. അതെ, പറഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. നിങ്ങളെ വിളിച്ചോണ്ട് പോയത് അയാളല്ലേ? ഫാമ പോകണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തോട്ട് പിന്നെ ആരും പോകരുത്. സത്യാമ്മയുടെ ദേഷ്യം കണ്ടിട്ട് രാഘവേട്ടൻ ചോദിക്കുക, ഞാനെന്താ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയാണോ എന്നെ ചുമന്നോണ്ട് പോകാന്? എൻ്റെ മകൻ്റെ പിറന്നാളിന് പോകേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി. പിന്നെ ദേ അതിൻ്റെ പങ്ക് ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുമുണ്ട്. അമ്മയ്ക്കാണെന്നും പറഞ്ഞ ആ മോനും മരുമോളോട് എത്ര സ്നേഹത്തോടാണ് അവർ പോയി വാഴയിലെടുത്ത് വാട്ടുന്നു, ഭക്ഷണങ്ങളൊക്കെ വിളമ്പുന്നതൊക്കെ. അതിൽ ഭക്ഷണം മാത്രമല്ല ഫാമേ, അവരുടെ സ്നേഹം വേണ്ടുവോളം ഉണ്ട്. നീ അത് കഴിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്കൊരു പരാതിയില്ല. നീ കൊണ്ടുപോയത് ആ ഓടയിലെങ്ങാനും കൊണ്ട് കളഞ്ഞേരെ. വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ കഴിക്കട്ടെ, അതാവുമ്പോൾ കാണുമ്പോൾ നന്ദിയെങ്കിലും കാണിക്കുമല്ലോ. എന്നാ ഫാമേ നീ ഒന്ന് മാറ്റി ചിന്തിക്കുന്നത്? ഈ ഫാമ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. എൻ്റെ വിജയം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് ഫാമേ നീ എവിടെയാ വിജയിച്ചത്? ദേ ഈ വാടക വീട്ടിൽ വരെ നമ്മൾ എത്തി. ഇത് തന്നെയല്ലേ നിന്റെ വിജയത്തിൻ്റെ ഒരു ഉദാഹരണം? രാഘവേട്ടൻ അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ സത്യാമ്മയ്ക്ക് വീണ്ടും ദേഷ്യം അങ്ങ് ഇരച്ച് കയറുവാണ്. സത്യാമ്മ വിട്ടുകൊടുക്കാൻ ഒരു ഭാവവും ഇല്ല. നിനക്കെന്താണ് തോന്നുന്നു വെച്ചാൽ അതുപോലെ ചെയ്തോ ഫാമേ, എനിക്കൊരു പരാതിയില്ല. ആ കൊണ്ടുവന്ന് വെച്ചതൊക്കെ അവിടെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ, അതാരും കഴിക്കുകയൊന്നും വേണ്ട. പക്ഷെ നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, ഇത് ദുരന്തത്തിലോട്ടാണ് നിന്നെ നയിക്കുന്നത്. നിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ ആര് മനസ്സിലാക്കാനാ? പാവം എൻ്റെ മോൻ വിഷ്ണു പോലും നിന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. നീ എന്നോട് പെരുമാറുന്ന പോലെ മറ്റുള്ളവരോടും പെരുമാറല്ലേ. എന്നെപ്പോലെ സഹനശക്തിയും ക്ഷമയും ഒന്നും മറ്റുള്ളവർക്കും കാണണമെന്ന് പ്രതീക്ഷിക്കരുത്. സത്യാമ്മ തുള്ളി ഉറഞ്ഞിട്ട് പറയുകയാണ്, ഇത് ഫാമയാണ്, ഫാമയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ എൻ്റെ ഇഷ്ടമുള്ളതുപോലെ പെരുമാറത്തുള്ളൂ. ഞാൻ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എനിക്ക് വേറെ ആരെയും നോക്കേണ്ട ആവശ്യവുമില്ല എന്നൊക്കെ ദേഷ്യത്തോടെ രാഘവേട്ടനോട് സത്യാമ്മ പറഞ്ഞിട്ട് തുള്ളി ഉറഞ്ഞങ്ങ് അകത്തോട്ട് പോവുകയാണ്. രാഘവേട്ടനെ സഹിക്കുന്നില്ല. ഇത് എന്തൊരു കൂത്ത്, നശിക്കാനായിട്ട് നാശം, ഒരിക്കലും നന്നാവില്ലവൾ എന്നും പറഞ്ഞ സങ്കടത്തോടെ രാഘവേട്ടൻ വിഷ്ണുവും ശാലിനിയും കൊടുത്തുവിട്ട് ആ പിറന്നാൾ സദ്യ ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. എത്ര സന്തോഷത്തോടെയാണ് അതുങ്ങളിത് കൊടുത്തുവിട്ടത്. ഇവളത് കഴിച്ചില്ലെന്നറിയുമ്പോൾ അവർക്ക് എന്ത് വിഷമമുണ്ടാകും. രാഘവേട്ടൻ എന്നിട്ട് സത്യാമ്മയെ ചോദിക്കുന്നു, എൻ്റെ താങ്ങും തണലുമായിട്ടല്ലേ പിള്ള ഇത്രയും നാളും എൻ്റെ കൂടെ നടന്നത്? അയാൾ പിന്നെ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ട് പോകാനാ? നീ പറഞ്ഞത് ഒട്ടും ശരിയായില്ല ഫാമേ. രാഘവേട്ടൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യാമ്മയ്ക്ക് ഉള്ളിൽ കുറ്റബോധം ഉണ്ടെങ്കിലും അത് സത്യാമ്മ പുറത്ത് കാണിക്കുന്നില്ല. സത്യാമ്മ ദേഷ്യത്തോടെ തന്നെ അങ്ങ് നിൽക്കുവാണ്. രാഘവേട്ടൻ വിഷ്ണുവിൻ്റെ പിറന്നാളിന് പോയതും സത്യാമ്മയ്ക്ക് ശാലിനിയോടുള്ള ദേഷ്യവും അതെല്ലാം ചേർന്ന് സത്യാമ്മ ആ ദേഷ്യമാണ് പിള്ളയോട് തീർത്തത്. പിള്ളയെ അങ്ങനെ സങ്കടത്തോടെ ഇറങ്ങിപ്പോയത് രാഘവേട്ടൻ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് രാഘവേട്ടൻ ഫോൺ എടുത്ത് പിള്ളയെ വിളിക്കുവാണ്. ആ സമയം പിള്ള ഇങ്ങനെ സങ്കടത്തോടു കൂടി തന്നെ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. താൻ എവിടെയാടോ എന്നിങ്ങനെ രാഘവേട്ടൻ ചോദിക്കുമ്പോൾ പിള്ള കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാൻ ആ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കുറേ നേരം പോയിരുന്ന് കരഞ്ഞു സാറേ, ഇപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക സാറേ. എടോ പിള്ളേ, തനിക്ക് ഫാമയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ, താൻ അതൊക്കെ അങ്ങ് കളയടോ.
ഫാമയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഫാമ പറയുന്നത് എന്താണെന്ന് അവൾക്ക് കൂടെ അറിയത്തില്ല. ആ പറഞ്ഞതൊക്കെ അവിടെ ദേഷ്യം കഴിയുമ്പോൾ അവളതൊക്കെ അങ്ങ് മറന്നും കാണും. പിള്ള കരഞ്ഞോണ്ട് പറയാ, സാറേ, സാറിനെയും സത്യാമ്മയും ഞാൻ എൻ്റെ മനസ്സിൽ ദൈവങ്ങളായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് പൊറുക്കാനായിട്ട് കഴിയുന്നില്ല സാറേ. എൻ്റെ കരണത്തെ 2 അടി അടിച്ചിരുന്നെങ്കിൽ ആ പാടങ്ങ് പതുക്കെ മാഞ്ഞു പോയേനെ. ഇതെൻ്റെ നെഞ്ചിൽ തറച്ചതുപോലെ ആയില്ലേ സാറേ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് പിള്ള പൊട്ടിക്കരയാണ്. അത് രാഘവേട്ടനെ സഹിക്കാൻ കഴിയുന്നില്ല. രാഘവേട്ടൻ ചോദിക്കുന്നു, എടോ താനിപ്പോൾ എവിടാ നിൽക്കുന്നത്? പറ, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ വേണ്ട സാറേ, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. എന്നെ അവിടെ നിന്ന് ആരും ഇറക്കി വിടില്ലല്ലോ. എടോ പിള്ളേ, താൻ പിണങ്ങിപ്പോവാണെന്ന് മാത്രം പറയല്ലേ. തനിക്കിതെൻ്റെ സത്യാമ്മ അറിയാവല്ലോ. തൻ്റെ സത്യാമ്മയല്ലോടോ, അതങ്ങ് ക്ഷമിച്ചു കളാ. അല്ലെങ്കിൽ താനൊരു കാര്യം ചെയ്യും, എന്നെ 2 ചീത്ത അങ്ങ് വിളിച്ചേരെ എന്നൊക്കെ പറഞ്ഞ് രാഘവേട്ടൻ പിള്ളയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുവാണ്. ഇല്ല സാറേ, ഇതൊന്നും എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ വീടൊന്നൊഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ അങ്ങ് ഒഴിഞ്ഞു മാറേണ്ടതായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് പോലെ സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തണമെന്ന് പിന്നെയും കൂടിയതാണ് സാറേ എൻ്റെ തെറ്റ്. എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറക്കുന്ന വേദനയോടാണ് സാറേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എനിക്ക് സത്യാമ്മ പറഞ്ഞതൊക്കെ അങ്ങോട്ട് മറക്കാൻ കഴിയുന്നില്ല സാറേ എന്നും പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരയുവാണ് പിള്ള. രാഘവേട്ടനും കരയുവാണ്. രാഘവേട്ടൻ പിള്ളയോട് ചോദിക്കുക, എടോ തനിക്കങ്ങനെ ഞങ്ങളെ വിട്ട് പോകാൻ സാധിക്കുമോ? താൻ എൻ്റെ ഊന്നുമടിയല്ലേ, എൻ്റെ സാരഥിയല്ലയോടോ താൻ. അപ്പോൾ പിന്നെ താൻ എങ്ങനെയാടോ ഈ കുടുംബത്തിൽ നിന്നും അകന്നു പോകുന്നത്? അങ്ങനെ തനിക്ക് ഞങ്ങളെ വിട്ടിട്ട് പോകാൻ സാധിക്കത്തില്ലടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ സമാധാനത്തോടെ സ്നേഹത്തോടെയൊക്കെ ഇങ്ങനെ രാഘവേട്ടൻ പിള്ളയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും സാറേ, സത്യാമ്മ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് മറക്കാൻ സാധിക്കുന്നില്ല എന്നും പറഞ്ഞ് വീണ്ടും കരയുവാണ് പിള്ള. തനിക്കെന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ കരഞ്ഞോണ്ട് രാഘവേട്ടനും പറയുവാണ്. ഇതെല്ലാം അപ്പുറത്ത് സൈഡിൽ നിന്നുകൊണ്ട് ഭാമ കേൾക്കുന്നുണ്ടായിരുന്നു. രാഘവേട്ടൻ പിള്ളയോട് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ സത്യാമ്മയ്ക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. പിള്ള എന്നിട്ട് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, ശരി സാറേ, ഞാൻ സാറിനെ വിളിച്ചോളാം എന്നും പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുവാണ്. പിള്ള ഇങ്ങനെ കരഞ്ഞ് സങ്കടത്തോടെ കണ്ണൊക്കെ തുടച്ചങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ്. രാഘവേട്ടൻ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യാമ്മ രാഘവേട്ടനെ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. ദേഷ്യത്തോടെ രാഘവേട്ടൻ നോക്കുമ്പോൾ സത്യാമ്മ മുഖം കൊടുക്കാതെ അങ്ങ് പോവുകയാണ്. ഈ സമയം കുടുംബശ്രീ ഹോട്ടലിൽ ആരും കാണാതെ ഒരു സൈഡിലോട്ട് മാറി നിന്ന് നൂർജഹാൻ അനൂപിന് ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്. ഇത് ശാരിക അവിടെ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. ശാരികയ്ക്കൊരു വല്ലാത്ത സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇവളെന്താ ഇങ്ങനെ പാത്തും പതുങ്ങി നിന്ന് ഫോൺ ചെയ്യുന്നത്? അച്ഛനും അമ്മയ്ക്ക് ഇവളെ വലിയ കാര്യമാണല്ലോ. എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ രഹസ്യങ്ങളുണ്ട്. അനൂപാണ് ഇവളെ കെട്ടിയതെന്ന് പറയുന്നു. പക്ഷെ എന്നിട്ട് അനൂപ് എന്താ ഇവളെ വിളിച്ചോണ്ട് പോകാത്തത് എന്നൊക്കെ ചിന്തിച്ച് ശാരിക അവിടെ നിൽക്കുമ്പോൾ നൂർജഹാൻ അനൂപായിട്ട് സംസാരിക്കുവാണ്. അനൂപ് അപ്പം പറയുന്നു, നൂറെ, ഞാനിപ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അത് കേട്ട് ദേഷ്യത്തോടെ നൂർജഹാൻ പറയുന്നു, വിളിക്കാമെന്ന് വിചാരിച്ചതല്ല ഉള്ളൂ, അല്ലാതെ വിളിച്ചില്ലല്ലോ. അനൂപെ, നമ്മളിങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാൽ എങ്ങും എത്തില്ല. അനൂപ് പറയുന്നു, നൂറെ, ഞാൻ 2 ദിവസത്തിനകം അങ്ങ് എത്തുമെന്ന് പറയുന്നതല്ലാതെ എപ്പം? നൂറെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്കിവിടെ ഞാൻ മാത്രമായിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് കടമകളുണ്ട്. 2 ദിവസത്തിനകം എല്ലാം ശരിയാകും. അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് എത്തും. അത് കേട്ടിട്ട് നൂർജഹാന് ദേഷ്യം വരുവാണ്. അവള് പറയുക, കടമകളും കർത്തവ്യങ്ങളും ഒക്കെ കഴിഞ്ഞേ നമ്മളിനി എന്നാ ഒരുമിച്ച് ജീവിക്കുന്നത് എന്നെങ്കിലും ഒന്ന് പറഞ്ഞ് എന്നെ തിരക്കി മാമയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുവാണ്. ഞാൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ഈ വീടടക്കം അങ്ങ് പൊക്കിക്കൊണ്ട് പോകും. നൂറെ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. നമ്മൾ 2 പേരും കൂടിയാണ് ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്. 2 ദിവസത്തെ അവധിയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനുള്ളിൽ ഞാൻ ഇവിടെ എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ അങ്ങ് എത്തും. ശരി, അനൂപിൻ്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ് എന്നിങ്ങനെ നൂർജഹാൻ സങ്കടത്തോടെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ശാരിക ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് നൂർജഹാൻ ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. ശാരികയെ കണ്ടുകൊണ്ട് നൂർജഹാൻ അങ്ങ് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ശാരിക വന്ന് അവളെ പിടിച്ചവിടെ നിർത്തിയിട്ട് ചോദിക്കുന്നത്, നീ ആരോടാ ഇപ്പോൾ സംസാരിച്ചത്? വീടടക്കം കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞല്ലോ, ആരോടാണ് സംസാരിച്ചത്? അത് ഞാൻ എൻ്റെ മാമ എന്നെ തിരക്കിയ കാര്യം ഞാൻ അനൂപിനോട് പറഞ്ഞതാ. കൂടുതലൊന്നും ശാരികയോട് പറയാൻ താല്പര്യം തോന്നാത്തത് കൊണ്ട് നൂർജഹാൻ അങ്ങ് പോകാനൊരുങ്ങുവാണ്. പെട്ടെന്ന് ശാരിക വീണ്ടും വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ പറ. ഞാൻ അനൂപിൻ്റെ ചേച്ചി തന്നെയാണ്. എന്താ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിക്ക് പറഞ്ഞുകൊണ്ട് നൂർജഹാൻ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. നൂർജഹാൻ എന്തൊക്കെയോ മനസ്സിൽ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അനൂപ് ഇനി വരുത്തില്ലയോ? അനൂപ് വന്നില്ലെങ്കിൽ മാമ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവുമോ? എന്തൊക്കെയായിരിക്കും എന്നൊക്കെയുള്ള ആകെ ചിന്താക്കുഴപ്പത്തിലാണ് പാവം നൂർജഹാൻ.
ആ സമയം ശാരികയാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടല്ലോ എന്നൊക്കെയാന്ന് കണ്ടുപിടിച്ചേ പറ്റുമെന്നുള്ള ഒരു ആകാംക്ഷയോടെ നിൽക്കുവാണ് ശാരികയും. ഈ സമയം ശാലിനിയുടെ ഫംഗ്ഷൻ നടക്കുന്നത് വിഷ്ണു അങ്ങനെ നിൽക്കുവാണ്. തങ്കച്ചനും കൂട്ടരും നസീറിൻ്റെ കൂട്ടുകാരും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അവർ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തെങ്കിലും പരിപാടി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുവാണോ എന്നൊന്നും അറിയില്ല. അപ്പോഴേക്ക് നേരത്തെ വിഷ്ണുവിനോട് സംസാരിച്ചിരുന്ന ആ ഡ്രൈവർമാരെല്ലാം കുടിച്ച് നല്ല പൂസായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. അതിലൊരുത്തൻ പറയുന്നുണ്ട്, ഇതുവരെ നിർത്താറായില്ലേ? ഇവർക്കൊന്നും തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കാനും പറയാനും ഒന്നും ആരും കാണത്തില്ല. വിഷ്ണു അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു ഒന്നും പറയുന്നില്ല. ശാലിനിയെക്കുറിച്ച് എന്തോ മോശമായിട്ട് സംസാരിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. വിഷ്ണുവിന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ഇതെല്ലാം കരുതിക്കൂട്ടിയുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ശാലിനിയെക്കുറിച്ച് പറയുമ്പോൾ വിഷ്ണു കയറി ഏക്കുമല്ലോ. അപ്പോൾ തങ്കച്ചനും കൂട്ടരും നസീറിൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് അടിക്കാനുള്ള പ്ലാനിലിരിക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, അതെന്താണെന്നുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.